ബംഗ്ലാദേശിലെ ലോക്നാഥ് ക്ഷേത്രത്തിന് നേരെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണം. അക്രമികൾ വിഗ്രഹങ്ങൾ തകർത്തു. അതേപോലെ ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക മതമൗലികവാദ സർക്കാർ ന്യൂനപക്ഷങ്ങളെ തുടർച്ചയായി പീഡിപ്പിക്കുകയാണ്. മതമൗലികവാദികളായ ജമായത്തെ ഇസ്ലാമി, BNPയുടെ നേതൃത്വത്തിലുള്ള പിന്തുണയിലും ഇസ്കോൺ വിശ്വാസികളെ കൊല്ലുമെന്ന് പരസ്യമായി ഭീഷണിപ്പെടുത്തുകയാണ്. അതിനു പിന്നാലെയാണ് ഇസ്കോൺ സന്യാസി ചിന്മയ് കൃഷ്ണദാസ് അറസ്റ്റിലായത്. അതിനു പിന്നാലെ 3 ക്ഷേത്രങ്ങളാണ് ഇസ്ലാമിസ്റ്റുകൾ തകർത്തതും. എന്നാൽ ഇപ്പോൾ ചിറ്റാഗോങ്ങിലെ ഫിരങ്കി ബസാറിലെ ലോക്നാഥ് ക്ഷേത്രവും ഇസ്ലാമിസ്റ്റുകൾ ആക്രമിച്ചിരിക്കുകയാണ്. ഇസ്കോൺ വക്താവ് രാധാരാമൻ ദാസും ഈ സംഭവത്തിന്റെ വീഡിയോകൾ പങ്കുവച്ചിട്ടുണ്ട്. അതിൽ വടിയും വാളുമായി തെരുവിൽ പരസ്യമായി തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ആക്രോശിക്കുകയും ക്ഷേത്രത്തിന് നേരെ കല്ലെറിയുകയും ചെയ്യുന്നത് കാണാം. അക്രമികൾ വിഗ്രഹങ്ങളും തകർത്തു. നവംബർ 22-ന് ബംഗ്ലാദേശിലെ നോർത്ത് മഗ്രുയിലെ പ്രശസ്തമായ കാളി ക്ഷേത്രത്തിന് നേരെ മുസ്ലിം മതമൗലികവാദി ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ ആക്രമണം നടത്തിയ യുവാവിനെ പിന്നീട് ഹിന്ദുക്കൾ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. അതേസമയം ഈ വിഷയത്തിൽ പ്രതികരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തെത്തി. ബംഗ്ലാദേശിലെ സാഹചര്യം അദ്ദേഹം വിലയിരുത്തുകയും ചെയ്തു. ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടരുതെന്ന് ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ടതായും വിദേശ മന്ത്രാലയവും വ്യക്തമാക്കിയിട്ടുണ്ട്. ഹിന്ദു സന്യാസി ചിന്മയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്യുന്നതിന് പിന്നാലെ ആക്രമണം വ്യാപകമാകുന്നതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗ്ലാദേശിലെ സാഹചര്യം വിലയിരുത്തി രംഗത്ത് വന്നത്. വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി 1 മണിക്കൂറോളം നേരം മോദി ചർച്ചയും നടത്തി. സാധ്യമായ ഇടപെടലുകൾ നടത്തണമെന്ന് നിർദ്ദേശിച്ച പ്രധാനമന്ത്രി ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന റിപ്പോർട്ടുകൾ ഗൗരവമുള്ളതാണ് എന്നും വിലയിരുത്തി. പാർലമെന്റിന്റെ ഇരുസഭകളിലും വിദേശകാര്യമന്ത്രി പ്രസ്താവന നടത്താനിടയുണ്ട്. ബംഗ്ലാദേശിലെ സാഹചര്യത്തിൽ ഇടപെട്ടതായും വിദേശകാര്യ മന്ത്രാലയം രാജ്യസഭയിൽ അറിയിച്ചു. ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകരുതെന്നും ആരാധനാലയങ്ങൾ സംരക്ഷിക്കണമെന്നും ബംഗ്ലാദേശ് സർക്കാരിനോട് ആവശ്യപ്പെട്ടതായും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഇതിനിടെ ഇസ്കോണിന്റെ ബംഗ്ലാദേശിലെ പ്രവർത്തനങ്ങൾ നിരോധിക്കണമെന്ന ഹർജി ധക്ക ഹൈക്കോടതി തള്ളുകയും ചെയ്തു. ഇസ്കോണിന്റെ ബംഗ്ലാദേശിലെ പ്രവർത്തനങ്ങൾ നിരോധിക്കാൻ സ്വമേധയാ ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന ഹർജിയാണ് ധക്ക ഹൈക്കോടതി തള്ളിയത്. അനിവാര്യമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് എന്ന വാദം കേൾക്കുന്നതിനിടയിലാണ് അറ്റോർണി ജനറൽ അറിയിച്ചതിന് പിന്നാലെയാണ് കോടതിയുടെ നടപടി വന്നിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ മാസവും സമാനമായ സംഭവം നടന്നിരുന്നു. പശ്ചിമ ബംഗാളിലെ മാൾട്ടയിൽ വിശ്വകർമ്മ ജയന്തിയോടനുബന്ധിച്ച് പൂജാ മണ്ഡപത്തിൽ സ്ഥാപിച്ചിരുന്ന വിശ്വകർമ്മ വിഗ്രഹം അക്രമികൾ അടിച്ചു തകർത്തിരുന്നു. വിഗ്രഹത്തിന്റെ തലയും കൈകളും അക്രമികൾ അടിച്ചു തകർത്തു. വിശ്വകർമ്മ ജയന്തി ദിനത്തിന്റെ അന്ന് രാത്രിയാണ് സംഭവം നടക്കുന്നത്. പിറ്റേന്ന് രാവിലെയാണ് വിഗ്രഹം തകർത്ത നിലയിൽ നാട്ടുകാർ സംഭവം കാണുന്നതും. ഇത്തരത്തിൽ സംഭവം നടക്കുമ്പോൾ മതപരമായ ചടങ്ങുകൾക്ക് സുരക്ഷ ഒരുക്കേണ്ടത് അനിവാര്യമാണ്. അത്തരത്തിലുള്ള ആവശ്യങ്ങളും പൊതുജനങ്ങൾക്കിടയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതേപോലെ ക്ഷേത്രവളപ്പിൽ ആക്രമിച്ചു കയറി തീയിട്ട സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. മണിപ്പൂരിലെ സോനാപതി ജില്ലയിലെ ശിവക്ഷേത്രമാണ് അജ്ഞാതർ ക്ഷേത്രവളപ്പിൽ കയറി തീയിട്ടതിനെ തുടർന്ന് ഭാഗികമായി തകർന്നത്. പുലർച്ചെ നടന്ന ആക്രമണം CCTVയിൽ പതിഞ്ഞിരുന്നു. കത്തുന്ന മരം ക്ഷേത്രത്തിന്റെ മുറ്റത്തുള്ള വാതിലിലേക്ക് വലിച്ചെറിയുന്ന CCTV ദൃശ്യങ്ങൾ കാണുന്നു. ആഴ്ചകൾക്ക് മുൻപ് ക്ഷേത്രത്തിന് നേരെ ആക്രമണം നടന്നതായും പ്രദേശവാസികൾ അറിയിച്ചതിനാൽ ഇത് 2ാമത്തെ ആക്രമണമായിരുന്നു. ആദ്യ സംഭവത്തിൽ മുഖംമൂടി ധരിച്ച ഒരാൾ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുന്നതിന് മുന്നേ തന്നെ ഒരു തൂണിന് പിന്നിൽ ഒളിച്ചിരിക്കുന്നതും ഫൂട്ടേജിൽ കാണുന്നുണ്ട്. ഭാഗ്യവശാൽ തീ പടരുന്നതിന് മുൻപ് നാട്ടുകാരും ക്ഷേത്ര ഭാരവാഹികളും ചേർന്ന് തീ അണയ്ക്കാനും കഴിഞ്ഞു. ശ്രീ പശുപതിനാഥ് മന്ദിറിന് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് നാഗ പീപ്പിൾസ് ഓർഗനൈസേഷനും രംഗത്തെത്തിയിരുന്നു. വിവിധ സമുദായങ്ങൾ തങ്ങളുടെ മതങ്ങൾ സൗഹാർദ്ദത്തോടെ ആചരിക്കുന്ന സമാധാനപരമായ നഗരമാണ് സേനാപതിയെന്ന് സംഘടനകൾ വിശേഷിപ്പിക്കുകയും സാമൂഹിക സമാധാനം തകർക്കാനുള്ള ശ്രമത്തെ അപലപിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.